3,00,000 രൂപ അത്രയല്ലേ ഉള്ളൂ. ഞാൻ തരാം. ചീള് കേസല്ലേ. 2 മണിക്കൂർ സമയം എന്താ? നിങ്ങളുടെ ഹോസ്റ്റലിൽ ഞാൻ എത്തിക്കാം. ഒരു തടസ്സവുമില്ല ഇയാളുടെ ജോലിക്ക്. അയ്യോ വേണ്ട, ദൈവം ഏത് പറയുന്ന കേക്ക്, ഞാൻ നോക്കിക്കോളാം. പ്രേമത്തിന് ഇതൊക്കെ സാധാരണ കാര്യമല്ലേ? എന്താ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ? രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാവുമ്പോ ഇയാളുടെ പ്രശ്നം എന്റെയും പ്രശ്നമല്ലേ? പിന്നെ പ്രേമത്തിന് എന്താ അർത്ഥം? അതുകൊണ്ട് ഇതൊന്ന് തുറന്നു നോക്കൂ. ചേച്ചി അയ്യോ പോയല്ലോ. സാരമില്ല, വാടാ, സങ്കടത്തോടെ പോയി വെള്ളം അടിക്കാം. താങ്ക്സ്. ഓ മൈ ഗോഡ്. വാ വാ വാ, സന്തോഷത്തിൽ പോയി വെള്ളം അടിക്കാം. വാ വാ വാ, വേഗം വാ. ഓഹോ മാസേ, ലോട്ടറി അടിച്ചു പോണേ. കാശ് മുഴുവൻ തിരിച്ചു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാടാ മാസേ. റെഡി, സത്യത്തിൽ നിന്റെ കാശാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ എടുക്കുമായിരുന്നോ? മാസ് എന്തൊരു പേരടാ. അത് എന്റെ പേര് മാസ്. കൂട്ടുകാരെല്ലാം സ്നേഹത്തോടെ മാസം മാസം എന്നാ വിളിക്കുക. കൊള്ളാവുന്ന പേരായതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. നീ മാസാണെങ്കിൽ ഇവനാരാ? ചെറിയ മാസം. പ്രിൻസേ പറയട്ടാ. ഒരുത്തനെ ഇവിടെ വെച്ച് തീർത്തേരെ, മറ്റവനെ ചരക്ക് കൈവന്നതിന് ശേഷം തീർത്താ മതി. ഇക്കാര്യം ആരും അറിയാൻ പാടില്ല. ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? എല്ലാരും മാസം എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന്? പിടി. അയ്യോ ദൈവമേ. മാസേ, കേറാ വണ്ടിയില്. ഇതിന്റെ ഇടയ്ക്ക് ബൈക്ക് എവിടെ നിന്ന് കിട്ടിയടാ? അയ്യോ ഇതാരാ ഫ്രണ്ടില്? അയ്യോ അയ്യോ. മാസേ ഇതിൽ വിട്ടോടാ. മാസേ അങ്ങോട്ട് പോണോ? അവന്റെ കയ്യിലിരിക്കുന്ന കണ്ടോടാ നീ. കണ്ടോ? എണീറ്റ് പോടാ. മുറുക്കി പിടിച്ചോടാ. അയ്യോ വേണ്ട, തോക്കിട്ട് കയ്യില്. വിട്ടോ. അയ്യോ മാസ തീർന്നടാ. അയ്യോ നിനക്ക് വല്ലതും പറ്റിയോ? എവിടെയാ അവന്മാര്? എണ്ണി നോക്കടാ.
എണ്ണി നോക്കാനൊന്നും നേരമില്ല. പണമല്ലോ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഇതെന്താ തൃശ്ശൂർ പൂരത്തിന് പടക്കം വെക്കുന്നത്? ഭയം കിട്ടോ ഭയം കിട്ടോ. എടാ നീ എന്നിട്ട് പോലെ വേഗം വിട്ടോ 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 വിട്ടോ. അയ്യോ ദൈവമേ രക്ഷപ്പെട്ടു. ആവശ്യമില്ലാതെ എന്താണ് ഇങ്ങനെ ഓടിക്കുന്നത് നീ? ചുമ്മാ ഒന്ന് മിണ്ടായിടാ. സീറ്റ് ബെൽറ്റ് ഇട്. അതൊന്നും കുഴപ്പമില്ല. ഇട്. ഗോവയിലുണ്ടല്ലോ എന്റെ 2 ഫ്രണ്ട്സ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളക്കാരി പെണ്ണിനെ സെറ്റാക്കണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അമ്മാര് ശരിയാക്കിയിട്ടുണ്ടായിരിക്കും ഇപ്പം. ഗോവ ഓക്കെ, പക്ഷെ മാലിന് സംഭവിക്കൂടാ. എടാ നീ എന്താ ഹണിമൂണിന് പോവാ? പ്ലാനല്ല ഇങ്ങനെ ആയതിന് കാരണം തന്നെ അവളാ. ഈ ഫൈറ്റ് ചേസിങ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. മൊത്തം ചോരയാ കേട്ടോ. അടിച്ച് വണ്ടി ഓടിച്ചതായിരിക്കും. എന്താന്ന് പോയി നോക്ക്. അങ്ങോട്ട് പോകണ്ടെന്ന്. എടാ പോലീസ് വേണ്ട വേണ്ട. മാറാൻ നിങ്ങളോടല്ലേ പറഞ്ഞു മാറാൻ. ചത്തുപോയടാ അവൻ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ. പോം. മാസേ കാശ് എടാ കാശ് എവിടെ പോയി? അത് പിന്നെ അന്ന് തന്നെ പോലീസുകാരത് മാറ്റി. അതൊക്കെ പോട്ടെ, നിനക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് പറ. പോലീസ് കൊണ്ടുപോയോ? അന്നെന്ന് വെച്ചാ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് എത്ര ദിവസമായി? പിന്നെ നീ വന്നിട്ട് ഒരു 7-8 ദിവസമായിട്ടുണ്ട്. 7-8 ദിവസം? എന്തു പറ്റി ഇവന്? 64 ലക്ഷം രൂപയാടാ. ലൈഫ് സെറ്റിൽ ആയതിന് ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെ സെറ്റിൽ ചെയ്യോടാ? അയ്യോ ഇവനെന്താ ചെയ്യുന്നേ? എടാ നീ അങ്ങോട്ട് നോക്കിയേ. ചേട്ടാ പ്രിൻസാ. റെഡ്ഡി എന്താ ഇവിടെ? നമ്മളുള്ള സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചോ? ഞാൻ നെഞ്ചുവേദന കാരണം ആശുപത്രി വന്നാടാ. മിണ്ടത് വാടാ. വാ. എന്താടാ റൊമാൻസ് ആണോ? നമ്മുടെ വില്ലനും വന്നിട്ടുണ്ടേ. ഇവള് കാരണം തന്നെയാ ആക്സിഡന്റുമായി കാശും പോയത്. മര്യാദയ്ക്ക് വരാൻ നോക്കടാ. വാടാ. പ്രേമത്തിന്റെ ഇടയ്ക്ക് വില്ലനാകാതറാ. ഇവൻ എവിടുന്ന് വന്ന്? സാറേ മണി എത്രയായി? ടൈം എത്രാന്നാ ചോദിച്ചേ? എടോ തന്നോട് സമയം എത്രാന്നാ ചോദിച്ചത്? ഇതെന്താ പ്രേതത്തെ കണ്ടോ? ഈ ലോകത്തൊന്നുമില്ല. അവൻ വേറെന്താ ആലോചിക്കുക. നീ പൊക്കോ. എങ്ങോട്ട് നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഒന്ന് നിന്നേ. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഇവൻ ചിന്നൻ എടാ ചായക്കട മോൻ കഴിക്കൊണ്ടിരിക്കുന്നു. അനിലേ ആ ബ്ലൂ കളർ ഷർട്ട്. ഇവനോ? അവൻ തന്നെ.
ചേട്ടേ എന്താടാ? റെഡ്ഡിയുടെ ആളുകൾ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു. എവിടെ? രണ്ട് ചായക്ക് പറഞ്ഞിട്ട് എന്തേ? 1 2 3 പറയും, അപ്പോഴത്തേക്ക് എസ്കേപ്പ് ആയിക്കണം. 1 2. ഓടിക്കോടാ. എടാ 3 ഒന്നും പറയാൻ സമയമില്ല. വാ വാ വാ, വേഗം വാ, വേഗം വാടാ, വേഗം വാ, വേഗം വാ, വാ. കേറ്, കേറ്, വേഗം കേറ്. ഹേയ്, എന്നോടാണോടാ നിന്റെയൊക്കെ കളി? വാ വാ, ഓടി വാ. ഹേയ്, കഥ അടയ്ക്കടാ. അയ്യോ, നമ്മളെങ്ങനെയാടാ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെടണം. ഞാനിത് ആദ്യമേ പറഞ്ഞാൽ ഇത്രയും വലിയ വീട് വേണ്ടെന്ന്. ഇപ്പൊ ആവശ്യമില്ലാതെ വാടകയും കൊടുത്തു. എടാ ജെറ്റേ, ആ, ആരോ അങ്ങോട്ട് പോയതുപോലെ. ആരും പോയിട്ടൊന്നുമില്ല. എനിക്ക് ഉറക്കം വരും. പോടാ. ഡാ ജെറ്റേ, പോയി ജനലടക്കടാ. ഡാ ജെറ്റേ, ജെറ്റേ, അയ്യോ കൊല്ലല്ലേ. എന്താടാ? റെഡ്ഡിയുടെ ആൾക്കാർ വന്നടാ. എന്റെ ദൈവമേ, ഇപ്പൊ എന്താ ചെയ്യുന്നേ? കാശ് നമ്മുടെ കയ്യിലില്ല. എന്താടാ ചെയ്യുന്നേ? പുറകിലെ വാതിൽക്കുള്ളിൽ രക്ഷപ്പെടാം. നമ്മൾ എന്തിനാണ് ഓടുന്നത്? ആരാടാ നിങ്ങള്? ആരാന്ന്? എന്നെ വേണ്ടേ? എന്നെ റെഡി അയച്ചാണോ? കാശ് മേടിച്ചോണ്ട് പോകാൻ വന്നാണോ? എന്റെ കാശൊന്നുമില്ല. എല്ലാ കാശും പോലീസ് കൊണ്ടുപോയി. സംശയം അവിടെ പോയി അന്വേഷിക്കും. വാ, ഞാനും കൂടെ വരാം. വാ, പോകാം. വാ. ഏയ്, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക്? പിന്നെ എന്തിനാ അടുത്തോട്ട് വരുന്നത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അകത്തെന്തോ വലിയ നിന്റെ പുറകെ അതിനേക്കാളും വേറെന്തോണ്ട്. ഓടിക്കോടാ, വിട്ടോ. അയ്യോ മാസ, ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോടാ. ഓടിക്കോ. അയ്യോ, ഓടിക്കോടാ, ഓടിക്കോ. നിക്കല്ല, നിക്കണ്ട, നിക്കണ്ട, ഓടിക്കോ, 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 ഓടിക്കോ. ഇവിടെ, ഇവിടെ, ഇവിടെ. എനിക്ക് പ്രേതത്തിനെ കാണാൻ കഴിയുന്നടാ. ഹോസ്പിറ്റൽ മുതൽ എന്റെ പിന്നാലെ വരിക. ഇതിൽ നമ്മളെങ്ങനെ രക്ഷപ്പെടൂടാ? ഒരു വഴിയേ ഉള്ളൂ. വേഗം അമ്പലത്തിൽ ചെന്നിട്ട് വല്ല ചരടും ചുറ്റാ. തമാശ പറയാതാ. അല്ലടാ, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. പണ്ട് കാലത്തുള്ള പ്രേതപ്പടം തൊട്ട് ഈ കാലത്തുള്ള പ്രേതപ്പടം വരെ അങ്ങനെ തന്നെയാ. ദൈവത്തിനെ പ്രേതത്തിനെ ഓടിക്കാൻ പറ്റൂ. വാ. അങ്ങനെയാണോ? അതേടാ. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ.